നികേഷ് കുമാർ. നാളെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്ന ദിവസമാണ്. കേരളം ഒരു മനുഷ്യച്ചങ്ങലയായി കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന ദിവസമാണ്. അത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് കേരളത്തിലെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടന എന്നുള്ള നിലയിൽ 8-ാം തീയതിയാണ് നമ്മൾ ഡൽഹിയിൽ പോയി കേരളത്തിലെ LDF MLA മാരും MP മാരും മന്ത്രിമാരും ഒക്കെ തന്നെയും സമരം നടത്തുന്നത്. നോക്കൂ, നമ്മൾ 131-ാം ഭരണഘടന അനുച്ഛേദം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഈ വാദം ഉന്നയിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായ, നിങ്ങളതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, BVR സുബ്രഹ്മണ്യൻ എന്ന അന്നത്തെ ജോയിൻറ്റ് സെക്രട്ടറി, ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ആ വെളിപ്പെടുത്തൽ പലതരത്തിൽ പ്രാധാന്യമുള്ളതാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ മായി ഏതെങ്കിലും തരത്തിൽ അനൗപചാരികമോ ഔപചാരികമോ ആയിട്ടുള്ള ഒരു ചർച്ചകളും സർക്കാരിന് സാധ്യമല്ല. കാരണം അതിൻ്റെ അലോക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ അലോക്കേഷൻ ഒന്നുകിൽ അംഗീകരിക്കാം, അല്ല എങ്കിൽ റിജക്റ്റ് ചെയ്ത് പുതിയ കമ്മീഷനെ വെക്കാം എന്നുള്ള ഒരൊറ്റ സാധ്യത മാത്രമേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ എന്നിരിക്കെ അന്നത്തെ നരേന്ദ്രമോദി ഈ തരത്തിൽ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയെ ഒരു മധ്യസ്ഥനാക്കി വെച്ചുകൊണ്ട് ചർച്ച നടത്തുന്നു എന്നുള്ള. അന്ന് ഗുജറാത്തിൽ 50% വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. ഗുജറാത്തിലല്ല, നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് 50% വിഹിതം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് 32 എന്നത് 33 ആക്കിയാൽ മതി, 42 ആക്കരുത് എന്ന് കാര്യം വരുമ്പോൾ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു, ഉണ്ണി ബാലകൃഷ്ണനും ഡോക്ടർ അരുണും അത് വിശദീകരിച്ചു കഴിഞ്ഞു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം, എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിവിസിബിൾ പൂളാണ് ഒരു കാര്യം. ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്ന ഒരൊറ്റ ഹെഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത് 3.9 ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് 1.8 കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ 1.8 കുറയുമ്പോൾ ഉണ്ടാകുന്നത് 41,000 കോടി രൂപയുടെ നഷ്ടമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് 41,000 കോടി രൂപയുടെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഡിവിസിബിൾ പൂളിൽ നമുക്ക് ലഭിക്കേണ്ട 3.8 നിന്നും 1.9 പകുതിയായി ചുരുങ്ങുന്നതിലൂടെ. അതായത് ഇന്ന് നമുക്ക് 41,000 കോടി രൂപ ലഭിക്കുകയാണ് എങ്കിൽ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. അവിടെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്, ഉമ്മൻചാണ്ടി 5 വർഷം ഭരിച്ചപ്പോൾ 9,000 കോടി രൂപയാണ് 34 ലക്ഷം പേർക്ക് സാമൂഹ്യ പെൻഷൻ 600 രൂപ വെച്ച് കൊടുത്തത്. അത് തന്നെ 18 മാസം കൊടുത്തില്ല എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണവും ഉന്നയിക്കുന്നു. അത് പിന്നീട് നോക്കൂ, 1,600 രൂപയാക്കി പിണറായി വിജയൻ 34,000 കോടി രൂപ 5 വർഷം കൊണ്ട് കൊടുത്തു. 2.5 വർഷം കൊണ്ട് 24,000 കോടി രൂപ കൊടുത്തു. അതായത് ഈ സർക്കാർ അവസാനിക്കുമ്പോൾ 50,000 കോടി രൂപയാണ് ഈ പറയുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ മാത്രം. ഈ 1,600 രൂപ വർദ്ധിപ്പിക്കുന്നതല്ല എങ്കിൽ 50,000 കോടി രൂപയാണ് സാമൂഹ്യ പെൻഷൻ്റെ കാര്യത്തിൽ മാത്രം വിതരണം ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ എത്ര കണ്ടാണ് വർദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ കണക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്ന ഒരൊറ്റ ഹെഡ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പിന്നെ സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് നൽകുന്ന മറ്റ് ഹെഡുകൾ ഏതാണ്? ഒന്ന് ഗ്രാൻഡ് എയ്ഡാണ്, അതുപോലെ തന്നെ CSS ആണ്. നമുക്ക് ഈ ഗ്രാൻഡ് എയ്ഡ് ആയാലും CSS ആയാലും ഡിവിസിബിൾ പൂള് നമുക്ക് വൈകിപ്പിക്കാൻ കഴിയില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുമ്പോൾ നമുക്കും തരേണ്ടി വരും. പക്ഷെ അത് കുറഞ്ഞത് 41,000 കോടിയാണ് നമുക്ക് ഒറ്റയടിക്ക് കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഗ്രാൻഡ് എയ്ഡിൻ്റെ കാര്യത്തിനകത്തും CSS, അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, ഈ പറയുന്ന 2 ഹെഡിലും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് തരുന്നില്ല എന്നുള്ള പ്രശ്നം, തരുന്നത് തന്നെ വൈകിപ്പിച്ചാണ് തരുന്നത് എന്നുള്ള പ്രശ്നം, സമ്മർദ്ദത്തിലാക്കിയാണ് തരുന്നത് എന്നുള്ള പ്രശ്നമാണ് തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ കയ്യിൽ വെക്കുന്ന പണം ഏത് നിലയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും പരിശോധിക്കുന്നത് വളരെ രസകരമായിരിക്കുമെന്ന് തോന്നുന്നു. നോക്കൂ, സംസ്ഥാനങ്ങൾക്ക് ആകെ കൊടുക്കുന്നത് ഡിവിസിബിൾ പൂളിൽ 37% മാത്രം ഫണ്ടാണ്. 63% ഫണ്ട് കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 63% എന്ന് പറയുന്നത് കേന്ദ്രം ചെലവഴിക്കുമ്പോൾ 63% കേന്ദ്രം ചെലവഴിക്കുമ്പോൾ 62% എന്ന് പറയുന്നത് 62% ചെലവുകളും സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിരിക്കുമ്പോഴാണ് 63% കേന്ദ്രം കയ്യിൽ വെക്കുന്നത് എന്നുള്ള ഒരു വിചിത്രമായ കണക്കുകൂടി നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് 62 രൂപ ചിലവാക്കാനുണ്ട്. കേന്ദ്രം 100 രൂപ കിട്ടിയപ്പോൾ 63 രൂപ കേന്ദ്രം എടുക്കുകയാണ്.
അപ്പോൾ എനിക്ക് 37% കൊണ്ട് 37 രൂപ കൊണ്ട് 62% ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം. ഇതൊരു കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല, ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ് എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കേന്ദ്രം ചെയ്യുന്ന ഈ 63% ചെലവഴിക്കുന്ന ഈ 63% ഉണ്ടല്ലോ, അതാണ് ഞാനും സുജിയ പാർവതിയൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം വലിയൊരു സംവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. അത് കേന്ദ്രം പറയുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ എന്താണ്? ഉജ്ജ്വൽ യോജന പദ്ധതി, 10 കോടി രൂപ ഗ്യാസ് കണക്ഷൻ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യമായി നൽകി എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു 10 ഗ്യാസ് ഏജൻസികളെ ഇവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു നോക്കാം. എത്ര പേർക്ക് കേരളത്തിലുള്ളവർക്ക് എത്ര പേർക്ക് കൊടുക്കുന്നുണ്ടാകുമെന്ന്. കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അവകാശവാദം എന്താണ്? 10 കോടി ഉജ്ജ്വൽ യോജന ഗ്യാസ് പദ്ധതികൾ ഇന്ത്യയിലാകെ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? നമുക്ക് ആനുപാതികമായി കിട്ടുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആനുപാതികമായി കിട്ടുന്നുണ്ടോയെങ്കിൽ നമുക്കൊരു 10 ഏജൻസികളെ റാൻഡമായി എടുത്തുകൊണ്ട് നമുക്ക് പരിശോധിച്ചാൽ ആനുപാതികമായി നമുക്ക് കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. 1. 2, കക്കൂസിന് 50 ലക്ഷമോ എത്രയാ കോടി കൊടുക്കുന്നത്? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ണി ബാലകൃഷ്ണൻ അറിയാമോ ഒരാൾക്ക് കക്കൂസ് പദ്ധതിയിൽ ഒരാൾക്ക് കക്കൂസ് കിട്ടി എന്നുള്ളത്? നോക്കൂ, ഇത് ഉത്തരേന്ത്യൻ പ്രൊജക്റ്റാണെന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീടിന് ഒരു കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് 40,000 രൂപയാണ്. ഒരു വീടിന് 40,000 രൂപയാണ്. അപ്പോൾ ഒരു കക്കൂസിന് കൊടുക്കുന്ന ആ കക്കൂസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്തരം പദ്ധതികളിലൂടെ ചെലവഴിക്കുന്ന തുക യഥാർത്ഥത്തിൽ എവിടെ പോകുന്നു എന്നറിയാൻ ഉണ്ണി നേരത്തെ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രസക്തമായ പോയിന്റ്, അതായത് ഇവിടെ ഒന്നും തന്നെ ഒരു CAG പരിശോധനയില്ല. ഉണ്ണി ബാലകൃഷ്ണൻ വ്യക്തമായി പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് 2013-2014 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദി വന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് 2-3 ഉത്തരങ്ങളുണ്ട്. ഒന്ന് CAG ആണ്. കൽക്കരി കുംഭകോണം ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ 2G സ്പെക്ട്രം ആയിക്കൊള്ളട്ടെ, ഈ CAGയെ ഉപയോഗിച്ചുകൊണ്ടാണ്, ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് വന്നത്. 2 മാധ്യമങ്ങളാണ് അല്ലേ? മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ മാറ്റി നരേന്ദ്രമോദി. CAG ഇല്ലാത്തതുപോലെ, മാധ്യമങ്ങളില്ലാത്തതുപോലെ, ജുഡീഷ്യറിയെ ദുർബലമാക്കിയതുപോലെ നമ്മുടെ 2014 മുതലുള്ള ചരിത്രം വേറെയാണ്. അത് നമ്മൾ പോയാൽ ഇപ്പോൾ എവിടെ എത്തില്ല. നേരത്തെ ഞാൻ ഉജ്ജ്വല കക്കൂസിൻ്റെ കാര്യം പറഞ്ഞു. ഗംഗാ ശുചീകരണം അതും ഒരു ഉത്തരേന്ത്യൻ പ്രൊജക്റ്റാണല്ലോ. കർഷകർക്ക് കൊടുക്കുന്ന 2.7 ലക്ഷം കോടി രൂപയുടെ പദ്ധതി 6,000 രൂപ വെച്ച് ഇവിടെയൊക്കെ കേരളത്തിനെതിരെ. അപ്പോൾ മൊത്തം ചെലവഴിക്കുന്ന 63% തുകയിൽ നിന്ന് യഥാർത്ഥത്തിൽ കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ല. കേന്ദ്രം ഉപയോഗിച്ചാൽ തന്നെയും അത് സംസ്ഥാനങ്ങളിലാണല്ലോ ഉപയോഗിക്കേണ്ടത്. അത് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആനുപാതികമായി ഉപയോഗിക്കുന്നില്ല. അത്തരം പദ്ധതികളല്ല കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അതായത് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ചർച്ചകളുടെ സമയത്ത് കൊണ്ടുപോയിക്കാം എന്ന് വെച്ചാൽ ഒരു കേരള വിരുദ്ധ എന്നുള്ള നിലയിൽ, ഒരു ഫെഡറൽ വിരുദ്ധ എന്നുള്ള നിലയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശരി, സുജയ. Meet the editors.